2019 കിയ സൊറൻറ്റോയുടെ ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോ ആണിത്. പുറത്തുനിന്നുള്ള ലിവർ വലിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ലിവറുണ്ട്, ഇങ്ങനെ തുറക്കാം. ഈ ലിവറിലാണ് രണ്ടാമത് ഇങ്ങനെ കാണിക്കേണ്ടത്. ഇത് 2019 കിയ സൊറൻറ്റോയിലെ 2.4 ലിറ്റർ GDI എഞ്ചിനാണ്. ഈ കാണുന്നതാണ് ഓയിൽ ക്യാപ്പ്. ഓയിൽ ക്യാപ്പ് ഊരുക, ലൂസാക്കി ഇതിൻ്റെ മേളിൽ തന്നെ വയ്ക്കുക. കാറ് പൊക്കാനായിട്ട് ഈ ജാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാവും. ഇതിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലേക്കാവും. താത്തണമെങ്കിൽ ഇങ്ങനെ തിരിച്ചാൽ മതി. ഇങ്ങനെയാണ് കാറ് പൊക്കിയിരിക്കുന്നത്. മുമ്പ് വശം പൊക്കിയിട്ടുണ്ട്. ബാക്ക് വശത്തെ ടയർ ഉരുണ്ട് പോകാതിരിക്കാൻ ഇങ്ങനത്തെ വീൽ ചോക്ക് 2 വെച്ചിട്ടുണ്ട്. മാത്രം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ജാക്ക് സ്റ്റാൻഡും കൂടെ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പതുക്കെ ഇങ്ങനത്തെ ഒരു ഗ്ലാസും വെച്ചിട്ട് വേണം അതിൻ്റെ അടിയിൽ കയറാൻ. ഇടമൊന്നും കണ്ണിൽ പോകാതിരിക്കാൻ സഹായിക്കും. ഈ ഒരു 10mm ഡ്രില്ല് വെച്ചാണ് തുറക്കാൻ പോകുന്നത്. ഡ്രിൽ ഡ്രൈവറെ അതിന് പെട്ടെന്ന് തുറക്കാൻ പറ്റും. സ്പ്ലാഷ് ഷീൽഡ് ഊരാനായിട്ട് കുറേ നട്ടുകളുണ്ട്. 10mm 17mm ആണ് ഈ നട്ടിൻ്റെ സൈസ്. ഈ കാണുന്നതാണ് ഓയിൽ പാന്. ഈ ഓയിൽ പാനിൻ്റെ അകത്താണ് ഈ ഓയിലുകളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. ഇത് ഓയിൽ ഫിൽട്ടർ. ഈ ഓയിൽ ഫിൽട്ടർ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് തിരിച്ചാൽ ഇതിങ്ങനെ ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ പതുക്കെ തിരിച്ച് കഴിയുമ്പോൾ ഓയിൽ പതുക്കെ വന്ന് തുടങ്ങും. കിയയുടെയും ഹുണ്ടായുടെയും ഒറിജിനൽ ഓയിൽ ഫിൽറ്ററാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽ ഫിൽറ്ററുകൾ ഉപയോഗിക്കാറില്ല. ഓയിലിങ്ങനെ പതുക്കെ ചാടിക്കൊണ്ടിരിക്കട്ടെ. ഹുണ്ടായിക്കാരുടെ ഒറിജിനൽ ഓയിൽ ഫിൽറ്ററാണിത്. മെയ്ഡ് ഇൻ കൊറിയ. വാൽവോലൈൻ കമ്പനിയുടെ റീസ്റ്റോർ ആൻഡ് പ്രൊട്ടക്റ്റിൻ്റെ പ്രീമിയം ഫുൾ സിന്തറ്റിക് ഓയിലാണ്. 79% സ്ട്രോങ്ങർ ആൻറ്റി വെയർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലിക്വിഡ് ഷീൽഡ്, 100% ഡെപ്പോസിറ്റ് റിമൂവൽ, അപ് ടു 100% ഡെപ്പോസിറ്റ് റിമൂവൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുറച്ച് ഓയിലൊക്കെ കത്തുന്ന എൻജിന് ഒഴിക്കാൻ പറ്റിയ ഓയിലാണ്. ഇത് റീസ്റ്റോർ ആൻഡ് പ്രൊട്ടക്റ്റ്, റിന്യൂ, റീസ്റ്റോർ, റിപ്പീറ്റ്. ഇതിങ്ങനെ പഴയ എൻജിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് API സർവീസ് SP. ഇതാണ് സർട്ടിഫിക്കേഷൻ. ഓയിൽ ഈ കാണുന്ന തോളയിൽ കൂടെ അകത്തേക്ക് പോയിട്ട് ഇതിൽ കൂടെ പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഓയിൽ ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി ഇതിൽ കൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയം വരെ ഓയിൽ സർക്കുലേഷൻ എൻജിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടായിരിക്കില്ല. അപ്പോൾ ഇത് നേരത്തെ ഇങ്ങനെ നിറച്ചൊഴിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ സർക്കുലേഷൻ കുറച്ചും കൂടെ നേരത്തെ ആക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. ഓയിൽ ഫിൽറ്റർ മുറുക്കുമ്പോൾ ഈ ഗ്ലൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തെന്നും. ഈ ഗ്ലൗസിലാണെങ്കിൽ ഗ്രിപ്പുണ്ട്. ഓയിൽ ഫിൽറ്ററിനെ കൈകൊണ്ട് ശക്തമായിട്ട് മുറുക്കാൻ ഈ ഗ്രിപ്പ് സഹായിക്കും. ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഓയിൽ ഫിൽറ്റർ തിരിക്കാൻ നല്ല ഗ്രിപ്പ് കിട്ടും. ഈ ഓയിൽ ഫിൽറ്റർ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഈ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ടാകും. അതൊരു നല്ല ടൈറ്റായിട്ട് മുറുക്കി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറുതായിട്ട് ഓയിലിങ്ങനെ ലീക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് ഞാൻ വയ്ക്കാറുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഓയിൽ പമ്പ്. ആ ഓയിൽ പമ്പ് ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ പമ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണവും ഓയിൽ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന സംഗതിയാണ് ഈ രണ്ട് പൈപ്പും. കണ്ടു കഴിഞ്ഞാൽ ഇത് ഇൻലെറ്റും ഔട്ട്ലെറ്റ് പോലെ തോന്നും. ഓയിൽ പമ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വരുത്തുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് രണ്ടെണ്ണം പുറത്തേക്ക് ഓയിൽ പോകുന്നതാണ്. ഇത് പഴയ ഓയിലാണ്. ഇതിപ്പോൾ ഇപ്പോഴും ചാടിക്കൊണ്ടിരിപ്പുണ്ട്. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വേറെ പരിപാടിയൊക്കെ ആയിട്ട് പോയതാണ്. എന്നിട്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടും ഓയിൽ പതുക്കെ ചാടുന്നുണ്ട്. ഇതാണ് ഓയിൽ ഡ്രെയിൻ പ്ലഗ്. ഈ പ്ലഗ് ഇതിലേക്ക് കൈ കൊണ്ട് തിരിച്ച് 17 mm സോക്കറ്റ് ഉപയോഗിച്ചിട്ട് മുറുക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്.